അങ്ങനെ നമ്മുടെ നിധിക്ക് ജോലി കിട്ടിയ സന്തോഷത്തിൽ എല്ലാവർക്കും പോയി ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെ വെറുതെ കാശ് കളഞ്ഞത്, ആ കാശൊക്കെ നിനക്ക് കൈ കരുതാറുന്നില്ലേ? പറയുമ്പോൾ ഇല്ല സുഭാഷേട്ടൻ, എൻ്റെ സന്തോഷത്തിനാന്ന് പറഞ്ഞിട്ട് സുഭാഷേട്ടനാണെങ്കിൽ ആ ഡ്രസ്സ് കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. നികേഷിനും വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഹരീഷിനും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്തായാലും സുധീഷിനെ കുറച്ച് നേരം ഇട്ടിട്ട് കളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നമ്മുടെ സുധീഷിനും കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ. സുധീഷിനാണെങ്കിൽ ഇത് വലിയ ഇഷ്ടമുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ജോലിക്ക് പോകണം ഇറങ്ങണ സമയത്ത് നമ്മുടെ നികേഷ് അവൻ്റെ സന്തോഷത്തിന് വേണ്ടി പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് എല്ലാവരും ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. ആ സമയത്ത് അമ്മായി ചോദിക്കുന്നുണ്ട്, എന്താ അപ്പോൾ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കേണ്ട ആവശ്യം, ഇതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ കുട്ടി ജോലിക്ക് പോണ സമയത്ത് വഴിയിൽ തടസ്സം നിൽക്കാതെ മാറടി, നിന്നെ കണ്ടിട്ട് വേണം, ശകലം കണ്ടിട്ട് വേണ്ട എൻ്റെ കുട്ടി പോകേണ്ടതെന്ന് പറയുന്നത്. ആ സമയത്ത് അവൾ അമ്മായി ഇരുന്ന് ഒരുപാട് പറയുന്നുണ്ട്. ആ സമയത്ത് നീ ഒരുപാട് വർത്തമാനം പറഞ്ഞാൽ ഞാൻ നിൻ്റെ വായിൽ പടക്കം തിരുകും എന്നൊക്കെ പറയുന്നുണ്ട്, പൊട്ടാത്ത പടക്കം. ആ സമയത്ത് മുണ്ടാതെ അമ്മായി അവിടുന്ന് നമ്മുടെ സുധീഷ് ഓരോന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി മുണ്ടാതെ പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഇങ്ങനെ കാറിൽ പോണ സമയത്ത് നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട് നിധിയോട്, നിനക്ക് അച്ഛനെ വിളിച്ചിട്ട് പറയേണ്ടത് നിനക്ക് ജോലി കിട്ടിയ കാര്യം എന്ന് പറഞ്ഞിട്ട്, എൻ്റെ സർട്ടിഫിക്കറ്റ്സും ഒക്കെ കത്തിച്ച ആൾക്കാരോട് ഞാൻ എവിടെ താഴണം എന്നുള്ള ആൾക്കാരോടൊന്നും ഞാനൊന്നും ഒരിക്കലും ഒന്നും പറയാൻ പോണില്ല. എൻ്റെ കാര്യം അവരൊന്നും അറിയണ്ട. പക്ഷേ നേരെ മറിച്ച് എന്നെ എല്ലാ കഷ്ടത്തിലും സഹായിച്ച ആൾക്കാരോടാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഒരു ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് വാച്ചാണ്. അവൻ പേടിച്ചിട്ടാണ് കൊടുക്കുന്നത്, ഇത് അവൾ മുഖത്തേക്ക് എറിയുമോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും സുധീഷൻ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ട ബില്ല് എൻ്റെ കയ്യിലുണ്ടല്ലോ, കൊണ്ടുപോയി തിരിച്ച് കൊടുത്തിട്ട് കാശ് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും നിധിക്ക് കൊടുക്കുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ആ വാച്ച് വലിയ ഇഷ്ടമുണ്ട്. അവൾ വേഗം കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.